ഇതെന്താ ഗോപ്രോ കണ്ട, ഗോപ്രോ ഒക്കെ ഐസാണ്, ഹെൽമെറ്റൊക്കെ ഫുൾ ഐസ്. എൻ്റെ മോനെ മാസ്മരിക്കും. എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട് മാധുരിലേക്ക് പോകാന്ന്. കാരണം മാധുരിലേക്ക് പോയി ഇത്രയും ബ്ലോക്ക് ഉണ്ടാവില്ല, മാധുരിലേക്ക് നമുക്ക് കണ്ടിട്ട് വരികയും ചെയ്യാം. ഇതാകുമ്പോൾ മുമ്പിലെ പോയിട്ട് തിരിച്ചു വന്നാൽ നമ്മൾ മാധുരിലേക്ക് പോകും. എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല. വണ്ടി തിരിക്കാം, ഞാൻ വണ്ടി തിരിക്കാം. എങ്ങനെ തിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. തിരിച്ചു നോക്ക്, എന്നിട്ട് അതനുസരിച്ച് ഞാനൊന്ന് തിരിച്ചു നോക്കാം. വണ്ടി സ്റ്റാൻഡെ കുത്തി തിരിച്ചാലോ? തിരികെ ഞാൻ തിരിച്ചുതരാം. സ്റ്റാൻഡ് കേട്ടോ. We are going to Madhuri, the Madhuri Lake. So that we hope it will be over soon, so that by the time we come back here, if it's okay. Can't come back? Oh, after 12 they won't allow. After 12 they won't allow. That's okay. Okay. അതാണ് ബെസ്റ്റ് ഡിസിഷൻ. ഓക്കെ, ഇന്നെന്താ അല്ല ഇവിടെ നിർത്തിയിരിക്കുന്ന ഫസ്റ്റ് ടൈം. ഇനി 10 കിലോമീറ്റർ അല്ലേ? ലെറ്റ്സ് ഗോ ടു മാധുരി, ബിക്കോസ് മാധുരിലേക്ക് ഇസ് വർത്ത് ഇറ്റ്. മുംല വി വിൽ കം ബാക്ക് ഫോർ മുംല. 12 മണി കഴിഞ്ഞ് കടത്തി വിടില്ലെന്നാ പറഞ്ഞ വിൽസി. അല്ല, വി വിൽ കം ബാക്ക് ഇൻ അനദർ ഇയർ. ഓക്കെ, അനദർ ഇയർ. ഓക്കെ ഓക്കെ. അവിടുന്ന് വണ്ടി എടുക്കുമ്പം തെന്നും കേട്ടോ, ഫ്രണ്ട് ടയർ തെന്നും. ബാക്ക് ടയറും തെന്നുമല്ലോ. ലെഫ്റ്റിലേക്ക് പോവാൻ വെയിറ്റ് ചെയ്യ്. ഓഫാക്കി വേണമെങ്കിൽ ചേട്ടാന്നില്ല. കിക്കടിക്ക്, ആരെ കിക്കറടിക്ക്. നീ ന്യൂട്രൽ വന്നിട്ടെ സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, കൈ കൊടുത്ത് ന്യൂട്രലിൽ സ്റ്റാർട്ടാക്കാം കേട്ടോ. ഓഫാക്കണേന് വേണ്ടി ഗിയറിട്ട് ഗിയർ. ഇല്ല കുഴപ്പമില്ല, പുറകോട്ട് പോയില്ല. അവിടെ ഈ മഞ്ഞ ഇടിച്ചെന്നോളൂ. പോലെ ഒരു ഫോട്ടോഷൂട്ട്. കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം. അതാ അവിടെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അവിടെ അയ്യോ അയാളുടെ വണ്ടി കൊണ്ട് സാറല്ല. ഓ സോറി. ഓക്കെ, മഞ്ഞ് വീഴ്ച തുടങ്ങി. മഞ്ഞ് വീഴ്ചയാണ് ഗൈസ്, മഞ്ഞ് വീഴ്ച. സ്നോഫോൾ. ഓക്കെ ഗൈസ്, നമ്മൾ മധുരയിലേക്ക് തിരിച്ചു പോവാണ്. അത് ചങ്ങായിന് വണ്ടി ഇപ്പുറത്ത് ഇവിടെ തന്നെ ഉണ്ടല്ലോ. കമോൺ ബേബി. യെസ്, ഐ ആം കമ്മിങ് ബേബി. ഓക്കെ, ഇറക്കം. സ്നോ ഇറക്കം. ഗിയർ ഡൗൺ. ഫസ്റ്റ് ഗിയർ. യെസ്. പട്ടികള്, ഇതെന്താ പട്ടികള് മഞ്ഞി കളിക്കുക? ചാടി വരല്ല കേട്ടാ, കളിക്കുക. നമ്മളിവിടെ കളിക്കാൻ വരുവാ. പട്ടി ബൈ. അതെ, ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മേത്തൊരു തുള്ളി തണുപ്പ് പോലും ഇല്ല. അത്ര സ്നോയായിട്ടും ഞങ്ങൾ അത്രയും. അതെ, ഗിയർ എന്തെല്ലാം ഇട്ടെന്ന് പറഞ്ഞോ. ആദ്യം തന്നെ ഒരു തെർമലിന്റെ മുകളിൽ വിന്റർ ജാക്കറ്റ്, അതിൻ്റെ മുകളിൽ റൈഡിങ് ജാക്കറ്റ്, അതിൻ്റെ മുകളിൽ റെയിൻ കോട്ട്. അതായത് ഒരു തുള്ളി പോലും തണുപ്പകത്ത് കയറരുത്, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈവൻ പാൻ്റ് ആണെങ്കിലും തെർമൽ പാൻറ്, അത് കഴിഞ്ഞിട്ട് ജീൻസ്, അതിൻ്റെ മുകളിൽ നമ്മുടെ റെയിൻ പാൻറ്. എൻ്റെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ടീഷർട്ട്, എനിക്കൊരു തെർമലുണ്ട്, ടീഷർട്ടുണ്ട്, അതിൻ്റെ മേലെ ഒരു കറുത്ത ജാക്കറ്റുണ്ട്, വിൻ്റർ ജാക്കറ്റ് പോലത്തെ, അതിൻ്റെ മേലെ റൈഡിങ് ഗിയർ, അതിൻ്റെ മേലെ റെയിൻ കോട്ട്, പാലിൽ ഒരു കട്ടുള്ള പാൻറ്റും, പിന്നെ നേരെ
നമ്മുടെ റെയിൻകോട്ടും. റെയിൻകോട്ടാണ് ഹൈലൈറ്റ്. കണ്ണെത്താ ദൂരത്തോളം സ്നോ ആണ് ഇവിടെ. അതെ, അടിപൊളി സ്നോ ആണ്. നമ്മൾ റോഡിൽ മാത്രം നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. അയ്യോ തെറ്റിപ്പോയാലും ആ ഒരു സമയത്ത് ഞങ്ങൾ റോഡിൽ നോക്കിയില്ല എന്ന് തോന്നുന്നു. അവിടെ ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നു. ചെറിയ കുഴിയുണ്ടാവും. ഞാൻ അപ്പോൾ മഞ്ഞിലേക്ക് മറിഞ്ഞു വേണം. ഓക്കെ ഗൈസ്, ഗോയിങ് ടു മധുര ലേക്ക്. നല്ല മഞ്ഞുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, തന്നെ വീഴുന്ന പോലെ ആയിരുന്നു. കാലാവസ്ഥ ഇപ്പം മാറി. ഇതാണോ മധുരയിലേക്ക്? ഇതല്ല മധുരയിലേക്ക്. മധുരയിലേക്ക് ഇനി കുറേ സ്ഥലമുണ്ട്. ഇത് തുക്കടാച്ചിലേക്ക്. ഈ ലേക്കിൻ്റെ അവിടെ ഞാൻ കഴിഞ്ഞ വർഷം നിന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇത് തന്നെ മധുരയിലേക്കുള്ള വഴി. ഐ നോ ദിസ് ലേക്ക്. ഇനി കുറേ ഉണ്ട് മധുരയിലേക്ക്. ഓക്കെ, സ്നോഫാളിൽ കൂടെ മഞ്ഞ് വണ്ടി ഓടിക്കുക എന്നുള്ള ചിരകാല അഭിലാഷം. നമ്മളൊന്ന് സ്നോഫാൾ രണ്ടിലൂടെ. കഴിഞ്ഞ പ്രാവശ്യം സ്നോഫാൾ മാത്രം ഉണ്ടായിരുന്നു, സ്നോ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു സ്ഥലം എത്തിയപ്പോൾ നമുക്ക് സ്നോ ഉണ്ടായിരുന്നു, പക്ഷെ സ്നോഫാൾ ഉണ്ടായിരുന്നില്ല. ഇന്നിതാ നമ്മൾ സ്നോഫാൾ ഫ്രഷ്ലി ലേഡ് സ്നോ. നല്ല പഞ്ഞിമുട്ടായി പോലത്തെ സ്നോ. പഞ്ഞിമുട്ടായി. വഴി വലിയ കുഴപ്പമില്ല, മാനേജബിൾ ആണ്. നിന്റെ എപ്പോഴും തന്നെയായിരുന്നോ വണ്ടി? എനിക്കാകെ ഒരു പ്രാവശ്യമാണ് തെന്നുന്ന പോലെ ഫീൽ ചെയ്തത്. ഒന്നല്ല, 2 വളവിലൊക്കെ തോന്നി, പക്ഷെ നോട്ട് ഡേഞ്ചറസ് ടന്നൽസ്. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഓക്കെ. എൻ്റെ 2 പ്രാവശ്യം തന്നെ ഫ്രണ്ട് നന്നായിട്ട് വിട്ടുപോകുമെന്ന് പറഞ്ഞിട്ട് പോയി. എക്സ്പൾസിന് ഇത്രയും കൂടി ഗ്രിപ്പുണ്ട്. എക്സ്പൾസിന് ഗ്രിപ്പുണ്ട്. അയ്യോ, എനിക്ക് സ്നോഫാളോ. ഞാൻ നന്നായിട്ട് താഴേക്ക് മൊത്തം സ്നോഫാളോ. എൻ്റെ കണ്ണിലേക്കൊക്കെ വീഴുന്നുണ്ടോ? കാരണം ഞാൻ എൻ്റെ കണ്ണിലേക്ക് പയ്യനെ വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇതാണ് വ്യൂ. ഇവിടുത്തെ വ്യൂസ് എന്ന് പറഞ്ഞാൽ മാസ്മരികോ. ഓ മൈ ഗോഡ്. നൈസ്. ഓ മൈ ഗോഡ്, സ്നോഫാൾ ഹെവി ആയി ഗൈസ്. ഹെവി സ്നോഫാൾ. തണുക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല കംഫർട്ടബിൾ ആണ്. നമ്മുടെ മേലൊരു തുള്ളികൾ നടക്കുന്നില്ല, കൈ മാത്രം ലൈറ്റായിട്ട് തണുക്കുന്നുണ്ട്. പക്ഷേ നോ പ്രോബ്ലം അറ്റ് ഓൾ. ആക്ച്വലി നോർമൽ തണുപ്പാണ്, ബിയറബിൾ മാത്രമേ ഉള്ളൂ. We are going and going. Nice. ബുംല പാസ് പോയാലും നമ്മൾ ഈ കിടപ്പ് കിടന്ന് 2 മണിയാവുമ്പോൾ എത്തുമെന്നാ തോന്നുന്നത്. അവിടെ അത്രയും ബ്ലോക്കാണ്. അയ്യോ. ഓക്കെ ഗൈസ്, ഇതാണ് മാധുരി ലേക്ക്. നമ്മൾ മേലെ നിന്നുള്ള വ്യൂ ആണ് മാധുരി ലേക്കിന്റെ. അതാണ് ക്ലോസപ്പ് വ്യൂ. ഇതാണ് മാധുരി ലേക്കാണ്. അവിടെ വാർ മെമ്മോറിയലൊക്കെ ഉള്ളത്. ഞങ്ങളിതാ അവിടെ ഫുള്ള് മഞ്ഞാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. നന്നായിട്ട് കൈ മരച്ചിട്ടുണ്ട്. കൈ നല്ല ഐസ് കട്ടായി. അമ്പോ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ മാധുരിയിലേക്കെത്തി. നൈസ് വ്യൂ ആണ് ഇവിടെ ഫുള്ള്. ഇതാണ് ഇവിടെ ഒരു കഫറ്റീരിയ. ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു കഫേ ഉണ്ട്. നല്ല അടിപൊളി പട്ടിക്കുട്ടി ഉണ്ട്. ഹലോ പട്ടിക്കുട്ടി. ഹലോ. ഇതാ അവിടെ ഒരു മാധുരി ലേക്കിൻ്റെ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടണം. കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അതാ ഫുൾ കോടയായി, ഒന്നും കാണാനില്ല. മാധുരി ലേക്കിൻ്റെ ചെറിയ വ്യൂസ് വേണം. നിങ്ങൾ വെറുതെ കോടയ്ക്കകത്തുനിന്ന് കണ്ടോളൂ. അതൊക്കെയാണ് നല്ല രസം. മേലേന്ന് കാണിച്ച വ്യൂ തന്നെ കേട്ടോ. താഴെ കുറച്ചുകൂടെ ക്ലോസപ്പ് വ്യൂസ് എന്ന് മാത്രം. ഓക്കെ ഗൈസ്, ഇതാണ് മാധുരി ലേക്ക്. മാധുരി ലേക്കിലെ ഫോഗ് മാറിയ അവസ്ഥയാണത്. പെർഫെക്റ്റ്. ഓക്കെയാണ്. സൂപ്പർ ക്ലൈമറ്റ്. നൈസ്. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. മഞ്ഞിനകത്ത് കയറി നിൽക്കുന്നു. നൈസ്. അതാണ് മാധുരിയിലേക്ക്. കോടയൊക്കെ പറന്ന് പോകുന്നു. നൈസ്. അപ്പോൾ ഇതേ റൈഡ് എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? അടിപൊളി. നമ്മള് ബൊമ്മിലേക്ക് പോവാതെ തിരിച്ച് മാധുരി വരാനെടുത്ത ഡിസിഷനാണ്. അതെ, ബെസ്റ്റ് ഡിസിഷൻ. ഇല്ലെങ്കിൽ അവിടെ ബ്ലോക്കായി ഇപ്പോഴും കിടന്നേനെ. അപ്പോൾ ചെറിയ റോഡിൽ കാണാം. നമ്മളിതേ മാധുരിയിലേക്ക് നേരെ തെറിക്കുന്നു ടുവേർഡ്സ് ബുംല. ടുവേർഡ്സ് തവാങ്. ഓക്കെ സുഹൃത്തുക്കളെ, മാധുരി ലേക്ക്. ബൈ മാധുരി ലേക്ക്.
നമ്മുടെ അഗിത വണ്ടി കയറുന്നു. അത് നമ്മുടെ ഫ്രണ്ട് വഴിക്കെന്ന് വെച്ച് പരിചയപ്പെട്ടത്. ഓക്കെ, നമ്മൾ റിട്ടേൺ അടിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞു. നമുക്ക് എത്രയും വേഗം വൈ ജംഗ്ഷൻ ക്രോസ് ചെയ്യണം. മഞ്ഞത്ത് കിടക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിത് മാധുരി നിന്ന് ചാടി ഇതാ ഇവിടെ വന്നിരിക്കുന്നത്. മാധുരി ലേക്കിലേക്ക് പോകുന്നതിൻ്റെ ഏകദേശം 1 കിലോമീറ്റർ മാത്രം ഈ ഒരു അവസ്ഥയാണ് റോഡ്. പക്ഷേ കല്ല് പാകിയിട്ടുണ്ട്. ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പം വൈ ജംഗ്ഷൻ മുതൽ മാധുരിലേക്ക് വരെ എല്ലായിടത്തും ഇതേ ആയിരുന്നു അവസ്ഥ. ഈ റോഡായിരുന്നു, ഈ ടൈപ്പ്. ഇപ്പോൾ അവരെല്ലാം ഇൻ്റർലോക്ക് ആക്കി. ഇപ്പോൾ എളുപ്പമാണ് വരാൻ. ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ കല്ല്. അതെ, 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം ഫുള്ള് മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. കുറച്ച് മേലെ ആകുമ്പോഴത്തേനും ഇത് സ്നോ ആവും. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല കിടിലൻ സ്നോഫാൾ കണ്ട് അവിടെ ചെന്ന് തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പം എത്രമാത്രം സ്നോ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ കൂടെ നമ്മുടെ ചങ്ങായി നമ്മുടെ പിന്നാലെ ഉണ്ട്. ചങ്ങായിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ. അല്ലടി ഇവിടുന്ന് ഇതുണ്ടെന്ന് പുറോട്ടിറങ്ങ്. സൗണ്ട് കേട്ടോ. എന്ത് സൗണ്ടാ വരുന്നേ? എന്ത് സൗണ്ടാ വരുന്നേ? ആ, ബ്രേക്കിൽ നടന്ന കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതെ, ബൈക്കേഴ്സ് വരുന്നു. അവരോടൊന്ന് ചോദിച്ചോ ബുംല പോയോന്നൊന്ന്. Did you go to Bumla? Bumla? There were too many stops, like cars were coming, they could not go up. Okay, so they stopped. No, they did not stop, the accident. Okay, check post? You reached check post any? No. Okay. The cars were sliding back. Oh. Too many times we have to stop. Okay. Okay. Yeah. Okay then. Bye. Let's go. എങ്ങനെയുണ്ട്? ഗുഡ് ഡിസിഷൻ അല്ലേ? മറ്റവന് ചിരി വന്നിട്ട് വയ്യാട്ടോ നമ്മളെ കണ്ടിട്ട്. ആദ്യം പോയവന് അവൻ ചിരിക്കുമായിരുന്നു. അവൻ നമ്മളോട് പറഞ്ഞതല്ലേ നോ അവനെന്നാ പറഞ്ഞേ? ഞാൻ കണ്ടില്ലേ, ഞാൻ കേട്ടില്ല. അവനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വി ആർ പ്ലാനിംഗ് ടു ഗോ ടു മാധുരി. മാധുരി then Bumla will never happen എന്നൊക്കെ പറഞ്ഞു. ഇനി തിരിച്ചവന്മാര് ചിലപ്പോ ഇവിടെ വരുമ്പോ ചിലപ്പോ തിരിച്ച് സ്റ്റക്കാവും. നമ്മള് കഴിഞ്ഞ് അവന്മാര് പകുതി പോയി തിരിച്ചു കാറുകളൊക്കെ ബാക്കിൽ വരുമായിരുന്നു. അതുകൊണ്ട് ഇവര് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു പോന്നു. അതാണ് അവരെത്തിയില്ല, ചെക്ക് പോസ്റ്റ് പോലും എത്തിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ ഇവിടെ സ്ലിപ്പ് ഉണ്ട് കേട്ടോ, സ്ലിപ്പാണ്. തെന്നിയില്ല, കുഴപ്പമില്ല, പോരും. പക്ഷെ അമ്മാമണ്ടി ഇട്ടിട്ടുള്ള പരിപാടിയാ. അപ്പം ഇന്റർലോക്ക് ഇടുന്ന പരിപാടിയാ. ഇന്റർലോക്ക് ഇടാൻ വേണ്ടി മണ്ണിടുന്നതാണ്. പോരട്ടെ. വന്നോ? സെറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ അത് അവർ നേരത്തെ നമ്മൾ കണ്ട 2 പേര് അവരും മുമ്പിൽ എത്തിയില്ല. അവർ നേരെ തിരിച്ചിങ്ങ് പോകുന്നു. അതാണ് നമ്മളെന്താണ് കറക്റ്റ് ഡിസിഷൻ എടുത്തത്. ലോട്ട് ഓഫ് കാർസ് കമ്മിങ് ബാക്ക് എന്നാ പറഞ്ഞത്. അതായത് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കാറുകളൊക്കെ തിരിച്ചു വന്നു. അപ്പൊ ബാക്കിയുള്ള കാറുകൾക്ക് പോകാൻ പറ്റുന്നില്ല. പ്ലസ് കാറുകളൊക്കെ സ്ലൈഡ് ചെയ്ത് ബാക്കിലേക്ക് വരുമായിരുന്നു. അതുകൊണ്ട് ദേ അബാൻഡൻഡ് ദി എന്താ Bumla mission and they came to Mathuri. So നമ്മളൊരിച്ചിരി നേരത്തെ അബാൻഡൻ ചെയ്തു, അവരൊരിച്ചിരി വൈകി അബാൻഡൻ ചെയ്തു. കണ്ടീഷൻ നോക്കിയാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം 2-3 കിലോമീറ്റർ ബ്ലോക്ക് ആയിരുന്നു. ആ ബ്ലോക്ക് തീർന്നു. നമ്മൾ ഉച്ചയ്ക്കൊക്കെ അവിടെ ചെക്ക് പോസ്റ്റ് എങ്കിലും എത്തണമെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഐസാണ് വരുന്നത്. ഹെൽമെറ്റുമേന്ന് ഐസാണ് ഈ തുടച്ച് കളയുന്നേ. ഫുൾ ഐസ് മഴയാണ്. അമ്മേ, അത് മഴയാണ്, പക്ഷെ എത്ര തണുപ്പായതുകൊണ്ട് ഐസായിട്ട് വന്ന് ഹെൽമെറ്റ് മുട്ടിയിരിക്കുക. ഹെൽമെറ്റ് ഫുൾ ഐസ്. അത് നമ്മള് താഴെ മഴയായിരുന്നു, ഇതിന്റെ താഴെ മഴയായിരുന്നു. ഇതിന്റെ തൊട്ട് മേലത്തെ വളവ് കയറുന്നത് കയ്യിലൊക്കെ ഐസ്, ഫുൾ ഐസ്. എക്സ്പൾസിന്റെ ഫ്രണ്ടിലത്തെ മറ്റേ ഇതില്ലേ, വിൻഷീൽഡില്ലേ, ഫുൾ ഐസിൽ പൊതിഞ്ഞു. മൊത്തം ഐസായല്ലേ?
എൻ്റെ മോനെ അടുത്ത ഐസ് പിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഐസാണ് ഐസ്. കയ്യൊക്കെ ഐസായി. ഹെൽമെറ്റ് മൊത്തം ഐസ്. കൈയൊന്ന് തൊട്ട് കളഞ്ഞാലേ. അയ്യോ എനിക്കൊന്നും കാണുന്നില്ല ഇത് പറഞ്ഞാൽ. ഇടയ്ക്ക് തുടച്ചോണ്ടേ ഇരിക്കണം, സെക്കൻഡുകൾ കൊണ്ട് വരുവാണ് പിന്നെ തുടച്ചോണ്ടിരിക്കണം. ഓ മൈ ഗോഡ്, സ്നോ അല്ല ഇത് ഐസാണ്. ഐസ് ഐസ്. ഓ ഷിറ്റ്. മോനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹിമാചൽ ട്രിപ്പിലെ മഞ്ഞ മഴയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം ഐസ് മഴ. കുറച്ച് കഴിയുമ്പോ ഞങ്ങൾ സ്നോമാൻ ആയിട്ട് വരുന്നുണ്ടോ? Do you wanna make a snowman? കൈ വേറെ ഐസ് ആയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ നടുക്ക് ഐസൊക്കെ ഉണ്ട്. കൈ ഐസാണ്. കൈ ഐസാണ്. ശ്രദ്ധിക്കണം, എനിക്ക് കൈ ഐസാ. മിലിറ്ററി വണ്ടി. ഇവിടെ സ്റ്റോപ്പ്. ഇവിടെ സ്ഥലമുണ്ട്. ഞാൻ സ്റ്റോപ്പ്. നീ സ്റ്റോപ്പ്. ഓക്കെ. എനിക്ക് കണ്ണ് കാണത്തില്ലാത്തതുകൊണ്ട് വണ്ടി ഓഫായി. ഓക്കെ. എന്റെ ഹെൽമെറ്റ് മൊത്തം ഐസിൽ മുങ്ങി. എന്റെ ഹെൽമെറ്റ് ഐസിൽ മുങ്ങിയിരിക്കുക. ഓ ഷിറ്റ്. ഇത് ഫുള്ള് ട്രാജഡി കേട്ടോ. ഒന്നും കാണത്തില്ല. വിൻഷീൽഡ് കണ്ടോ? എന്തായാലും കാണാമോ? എനിക്ക് കാണാം, പക്ഷെ അകത്തും ഫോഗ് പിടിച്ചു തുടങ്ങി എന്റെ. ഒരു മയത്തിനങ്ങ് പോവാ. അത് കണ്ണിലേക്ക് ഐസടിക്കും. തുറന്നു വയ്ക്കാൻ പറ്റത്തില്ല. എന്റെ കൈ വേറെ ഐസാണ് മോനെ. കൈ ഐസ. അത് ഇടയ്ക്ക് ഈ കയ്യെ ഒന്ന് ഓഫ് ഇത് സ്ക്വീസ് ചെയ്യണം കേട്ടോ, രണ്ട് കൈയും പറ്റുന്ന പോലെ. ഇവിടെ കുഴപ്പമില്ല. വൈ ജംഗ്ഷന്റെ അവിടെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നമുക്ക് മാനേജ് ചെയ്യാം. വാ നമുക്ക് നോക്കാം. വിൽ സീ. നമുക്ക് എന്താണെങ്കിലും പോവാം. ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഒരു അർത്ഥമില്ല. മുന്നോട്ട് കേട്ടോ. കൈ ഐസാണ് ഗൈസ്. കൈ ഐസാണ്. സർജിക്കൽ ഗ്ലൗസ് ഇടണമായിരുന്നോ? ഒന്നാമത്തെ കാര്യം, ഈ ഐസ് നമ്മൾ കൈ കൊണ്ട് തട്ടിക്കളയണ കാരണം ഗ്ലൗസുമെയാണ് ഐസൊക്കെ പിടിച്ചിരിക്കുന്നത്. ഐസ് പിടിച്ചിരിക്കണം. അതെ. നോദർ ഓപ്ഷൻ. കല്ലൊക്കെ ഉണ്ട് കേട്ടോ നടുക്ക് ഫുള്ള്. ഇതിപ്പോ വീണതാണോ? ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും. ഓക്കെ. ഇപ്പൊ ഗോപ്രോയിലല്ല ഐസാ. എന്റെ മുട്ടുകാരൻ ഐസാണ്. ഗോപ്രോ ഓഫ് ആക്കുക. എന്താണ് നടത്തുന്നേ? എന്താ പറ്റിയ? ഓക്കെ. ഇത് അടച്ചു വെച്ചോ. ഇതിങ്ങനെ തൂത്തോളാം ഫുള്ള്. ഇത് അടച്ചു വെച്ചോ നന്നായിട്ട്. ഇപ്പൊ ഫോഗില്ല. എന്നിട്ട് കൈ കൊണ്ട് തൂത്താ മതി. മൊത്തം ഫോഗ് ഐസാ. എവിടെ ഇതെവിടെ? അത് ഫ്രണ്ടിലല്ലേ? ആണോ? അല്ല കേൾക്കാം. ഓക്കെ. നോ പ്രോബ്ലം ബേബി. എൻ്റെ മോനെ, നിൻ്റെ അവസ്ഥ നിനക്കറിയാതെ ഫുൾ ഐസാ. ഫോട്ടോ ഒന്നുമില്ല. പോ ഇല്ല. ഗോപ്രോ വീഡിയോ ആണ്. നിന്നെ ഇത് തുടച്ചോളാ, ഫേസ് തുടച്ചോളാ. മൊത്തം ഐസ്. ഓ മൈ ഗോഡ്. പോ. ശരി. ഇതെന്താ ഉള്ളതൊക്കെ ഐസാണ്. ആടി ഇത് സ്നോ അല്ല, ഇത് ഐസാണ്. മോളി ഷിറ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് പോലെ. ബാ ഓക്കെ. അത് ഐസ് അടച്ചടച്ച് ഇടയ്ക്ക് തുടച്ച് കൊള്ളാട്ടോ.
കണ്ടോ കേട്ടോ എവിടെ എൻ്റെ മോനെ അല്ലേ ഉള്ളിൽ ഐസ് ഉണ്ടോ? ഓ ഓക്കെ ഐസ് കയറിയോ? സ്ക്രീൻഷോട്ട് ലെൻസ് വയസ്സാ പോയില്ല. ഓ കട്ടായി. മൈ ഗോഡ് ഐസ് എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ അമ്പാ കണ്ടോ ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ടോ എന്താ രസം. ഇതാ ഞങ്ങളിപ്പോൾ വൈ ജംഗ്ഷനാണുള്ളത്. വൈ ജംഗ്ഷനിൽ മിലിറ്ററീൻ്റെ ഇവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ കഫേൻ്റെ അകത്ത് കയറി ഞങ്ങളിവിടെ ഇതാ ബൈക്ക് ചുക്കി ഇവിടെ വെച്ചേക്കുന്ന മഞ്ഞെന്ന് പറഞ്ഞാൽ മാസ്മരിക മഞ്ഞ്. ഇതേ ഫുള്ള് മഞ്ഞാണ്, ഒരു രക്ഷയില്ല. മഞ്ഞ് പെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി മഞ്ഞ. ഇവിടുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് വിടോളം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതേ ഉള്ളിൽ നിന്ന് ഗ്ലൗസൊക്കെ ഒന്നുകൂടെ റെഡിയാക്കി പുതിയ ഗ്ലൗസ് ഇട്ടിട്ട് ഞങ്ങൾ വിടും നേരെ. മഞ്ഞെന്ന് പറഞ്ഞാണ് മഞ്ഞ. ഫുള്ള് മഞ്ഞ്. ഇതാണ് ഗോപ്രോ കണ്ട, ഗോപ്രൊക്കെ ഐസാണ്. ഹെൽമെറ്റൊക്കെ ഫുൾ ഐസ്. എൻ്റെ മോനെ മാസ്മരികം. ഓക്കെ നമ്മൾ ഗ്ലൗസ് മാറ്റി ഇവിടുന്ന് വാമാക്കി ടാ. ആ ഫോട്ടോസ് ഉണ്ട്. ബൈക്ക് ഫുള്ള് നൈസാണ്. കയറിക്കോ സമയം കാണാണ്ട. സ്റ്റാർട്ടാക്ക്. സ്റ്റാർട്ടഡ്. ഓക്കെ ഗുഡ്. ഓക്കെ ഗൈസ്, ഇതാ നമ്മുടെ ബൈക്കും നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. വണ്ടി വരുന്ന കാണണ്ടേ? വേണ്ട ഓണാക്കണ്ട. ഞാൻ ലൈറ്റ് എന്നുള്ളേ മഞ്ഞൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ. വെയിറ്റ് ചെയ്യേ. ഓക്കെ റെഡി. ഓക്കെ ബേബി കം വിത്ത് മീ പ്ലീസ്. ഹൗ ആർ യു ഫീലിംഗ്? ഓൾ ഗുഡ് അല്ലേ? പഴയ പോലെ അല്ലല്ലോ, ഫ്രഷ് അല്ലേ? ഓക്കെ ഫുൾ ഫ്രഷാണ് ഞങ്ങൾ. ഓ ഓക്കെ പോണേ. ഗ്ലൗസ് എങ്ങനെയുണ്ട് പുതിയത്? സൂപ്പർ ഗ്ലൗസ് അല്ലേ ഇത്? ശരിക്കും സ്കീയിങ് ഗ്ലൗസാണ്. സ്കീയിങ്ങിന് പോകുന്ന ഗ്ലൗസാണ്. മാരുതി അത് പഞ്ചറായിട്ടായിരിക്കും, സ്നോ ഇടാനായിരിക്കും. ശ്രദ്ധിക്കണം, ഇവിടെ തെന്നും കേട്ടോ. പയ്യെ ഫസ്റ്റ് ഗിയർ മാത്രം, നോ ബ്രേക്സ്. ഞാൻ നേരെ റോങ് സൈഡിലേക്ക് കയറുന്നു. എൻ്റെ കൂടെ പോരെ, കമ്മിത്തുമ്മി. ഇല്ല, ഞാനിങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആയതാ. हाँ क्या पास ले लिया मिल गया पास. बुमला नहीं क्या हम? बुमला नहीं क्या? ഓക്കെ താങ്ക് യു. പാസ് വാങ്ങിച്ചായിരുന്നോന്ന് ഈ ചങ്ങായ പാസ് നമ്മുടെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു.
Nice, amazing. हम नहीं तोड़ेंगे, जोड़ेंगे लड़ी तोड़ेंगे, जोड़ेंगे തോടേങ്കന്റെ ഓപ്പോസിറ്റ് ആണ് ജോടേങ്ക മണ്ടൂസ്. മാരക പാട്ടാണ് ഗൈസ്, നിങ്ങൾ കേൾക്കുന്നില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് കേൾക്കാം. സ്നോ മാറ്റുന്ന വണ്ടി അല്ലേ? സ്റ്റിൽ മഞ്ഞ് പെയ്ത്താണ്, സ്റ്റിൽ മഞ്ഞ് പെയ്ത്. ഇതല്ലേ PTSO ലേക്ക്? ഓക്കെ, ഇതാന്ന് തോന്നുന്നു PTSO ലേക്ക് കേട്ടോ. ആ, ഇതാണ് PTSO ലേക്ക് കേട്ടോ ഗൈസ്. ഇവള് ഫുള്ള് സ്നോഫാൾ തന്നെയാണ്, നല്ല സ്നോഫാളാണ്. ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഓവർ പ്രിപ്പയർഡ് ആയിരുന്നു. അതായത് ഞങ്ങൾക്ക് മൊത്തം ഏകദേശം 8-9 പെയർ ഗ്ലൗസ് ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു 6 പെയർ സർജിക്കൽ ഗ്ലൗസും. അപ്പോൾ അത്രയും ഓവർ പ്രിപ്പയർഡ് ആയിട്ട് വന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യണത്. അപ്പം ഞങ്ങളിപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ 3 ഗ്ലൗസ് ഉണ്ട്. ഒരു സർജിക്കൽ ഗ്ലൗസ്, ഒരു വിൻ്റർ ഗ്ലൗസ്, പിന്നെ നോർമൽ റൈഡിങ് ഗ്ലൗസ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ കൈ പട്ടി ചാടി കയറി വന്നാലും തെണ്ടിപ്പട്ടി. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഓൾവേസ് ബി ഓവർ പ്രിപ്പയർഡ്. ഇറ്റ് ഈസ് വെരി ബെറ്റർ ടു ബി ഓവർ പ്രിപ്പയർഡ്. അപ്പം അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ നേരെ ആർമീൻ്റെ അവിടെ നിന്ന് കൈ വാമാക്കി, ഗ്ലൗസ് വാമാക്കി, ഞങ്ങൾ നേരെ കയ്യെ ഗ്ലൗസ് ഇട്ട് നേരെ ഇങ്ങ് പോകുന്നു. പിന്നെ ഞങ്ങൾക്ക് ബോഡിയിൽ ഒരു തുള്ളി തണുപ്പ് പോലും ഞങ്ങൾക്ക് ബോഡിയിലില്ല. കാരണം ബോഡിയിൽ ഫുള്ള്, ഞങ്ങൾ ഉള്ളിൽ ഫുള്ള് വാമാണ്, ഒരു തുള്ളി തണുപ്പില്ല 2 പേർക്കും. ഞങ്ങൾക്ക് 4-5 ലെയർ ഇതുള്ളത് കൊണ്ട്. പിന്നെ മെയിൻലി റെയിൻകോട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടതാണ്. ഞങ്ങൾ അവിടുത്തെ അത് കഴിഞ്ഞിട്ട് റെയിൻകോട്ട് അഴിച്ചിട്ടേ ഇല്ല, കാലും മേലും. സോ ഓവർ പ്രിപ്പയർഡ് ഈസ് ഗുഡ്, പ്രിപ്പയർഡ്നെസ് ഈസ് ഗുഡ്. അതെ. ഓക്കെ, ഇപ്പം അഗിതയ്ക്ക് ഇവിടെ ഒരു സ്നോമാനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സ്നോമാനെ ഉണ്ടാക്കണോ വേണ്ടയോ, കൈ മരച്ചെന്ന കണ്ടീഷൻ എങ്ങനെയാണ്? ഇപ്പോൾ കൈ ഐസായിട്ടുണ്ട് കേട്ടോ. അതായത് ഫുൾ ഐസാണ് കയ്യിലൊക്കെ. ഇത് ഫുള്ള് GoPro ഒക്കെ ഫുൾ ഐസാണ്, ഹെൽമെറ്റിലൊക്കെ ഫുൾ ഐസാണ്. സെയിം കണ്ടീഷനൊക്കെ സെയിം തന്നെ, പക്ഷേ ഇച്ചിരി കംഫർട്ടബിളാന്ന് മാത്രം. സ്നോമാനെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഏതാ സ്ഥിതി നമുക്ക് നോക്കാം. ഓക്കെ, താഴെ എന്തോ ഒരു ഐസ് ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, എനിക്ക് കണ്ണ് കാണുന്നില്ല, ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യട്ടെ. ഓക്കെ, എന്താണേലും 2 പ്രാവശ്യം സ്ലിപ്പായി വണ്ടി, പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് നമുക്ക് എക്സ്പൾസ് ഒന്നും തീരെയും പ്രശ്നമില്ല. ഡ്യൂക്കിൻ്റെ ടയർ കൊണ്ടാണ് മെയിനായിട്ട് സ്ലിപ്പാകുന്നത്. എക്സ്പൾസിന് കുറച്ചും കൂടെ നല്ല ടയറാണ്. പിന്നെ ഇങ്ങനത്തെ ഐസിൽ വലിയ കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പൊക്കോളും. ഐസില്ലാത്തൊരു സ്ഥലത്തോടെ പോന്നാൽ മതി. ഞങ്ങൾക്ക് ആകെയുള്ള വറി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ കണ്ട, നേരത്തെ നമ്മൾ കണ്ട ആ ചങ്ങായി ഞങ്ങളുടെ ഇവിടെ വന്നില്ല. പിന്നെ 2 ചങ്ങായിമാർ മാധുരലേക്കിലേക്ക് പോയിട്ടുണ്ട്. അവർക്ക് എന്താകും അവസ്ഥ എന്നുള്ളതാണ് ഞങ്ങളുടെ ആകെയുള്ള വറി. അവരെങ്ങനെ വരും? പുള്ളിക്ക് നല്ല ഹെൽമെറ്റും ഇല്ല, പുള്ളിക്ക് നല്ല ഗ്ലൗസും ഇല്ല, ജാക്കറ്റും ഇല്ല. ഇത്തരം സ്ഥിതിയിലൊന്നും ഒരിക്കലും അണ്ടർ പ്രിപ്പയർഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പുള്ളിക്ക് ഓൾറെഡി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ട്. ആണോ? ഓ, ഗുവാഹട്ടിയിൽ ഇട്ടിട്ട് പോകുന്ന പോലെ ഗ്ലൗസ്. ഷിറ്റ്. എന്തായാലും വേണ്ടില്ല. ഐ ഹോപ്പ് ഹീസ് ഓക്കെ. പുള്ളി ഒരു ഡോക്ടറാണ് ആക്ച്വലി. ഞങ്ങളുടെ കയ്യിലുള്ള സർജിക്കൽ ഗ്ലൗസ് കൊടുത്തു, പക്ഷേ വേറെ ഗ്ലൗസ് ഒന്നും കൊടുക്കാനുള്ള നിവൃത്തിയില്ലായിരുന്നു. കാരണം നമ്മൾ എന്താ സ്ഥിതിയെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പെട്ടുപോകും. വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ കൈ രണ്ടും മരച്ച് ഇപ്പം അപ്പോൾ അടുത്ത പേരിട്ടിട്ട് കൈ മരച്ചു. എൻ്റെ തൂത്ത് കയ്യിൽ ഐസായി. നമ്മൾ ഹെൽമെറ്റ് എന്നുള്ള ഐസ് ഇങ്ങനെ തൂത്ത് വരുമ്പോഴാണ് കയ്യിൽ ഐസാകുന്നത്. ശരി, ഓക്കെ ഗൈസ്. തവാങ്ങിലേക്ക് 10 കല്ല് തവാങ്ങിലേക്ക് 10 കിലോമീറ്റർ നമ്മൾ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഐസാണ്, നല്ല ഐസ് പെയ്താണ്. ഹെൽമെറ്റിൻ്റെ വൈസറിലാണ് ഐസ് മെയിനായിട്ട് വന്ന് കൂടിയിരിക്കണം. ഇതിപ്പം നമ്മൾ 10 കിലോമീറ്റർ തവാങ്ങിലേക്കുള്ളൂ കേട്ടോ. പക്ഷേ ഈ മഞ്ഞ് പെയ്യുന്നത്, ഓ മൈ ഗാഡ്, മൊത്തം അത് എന്താ ഇതിന് പറയുന്നത്? ഇതിപ്പം ഐസാണോ മഴയാണോ എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഒട്ടുക്കത്തെ കാറ്റും ഒമ്പോ ഇതുണ്ടോ, കാറ്റൊക്കെ അടുത്ത് ഫുള്ള് ആടുന്നുണ്ടോ. പക്ഷേ വി ആർ കംഫർട്ടബിൾ അല്ലേ? എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പുറകെ വരുന്ന നമ്മുടെ കമ്പനി അടിച്ച് വരുന്നതെന്ന് എനിക്ക് തോന്നണേ. കാരണം അവനെ കണ്ണ് കാണത്തില്ല, അവന് ഹെൽമെറ്റ് വൈസറില്ല, പാവം.
ദൈവമേ, ആ ഡോക്ടറൊക്കെ എത്തിയാൽ മതിയായിരുന്നു. ഡോക്ടറിൻ്റെ നമ്പറൊന്നും പോലെ വാങ്ങിയില്ലല്ലോടി. എന്തായിരുന്നു? കല്ല് ചാരല് കേട്ടോ.